ധനം ധനം എന്ന് പറഞ്ഞ ആ വിഷയം നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുറ്റം പറഞ്ഞ എവിടെയും തട്ടിപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വിഷയവും ശരിയായ രീതിയിൽ ആരിലേക്കും ഉൾക്കൊള്ളാൻ പാകത്തിൽ ഞാൻ അത്രയും റിസർച്ച് ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞൊന്നുമല്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ചെറുതായിട്ട് കിട്ടിയ പല പല അനുഭവങ്ങളും അത് വെച്ചിട്ടുള്ള ജീവിത രീതികളും അത് വെച്ചിട്ടുള്ള എന്താ പറയുക സാഹചര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇപ്പൊ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു പുതിയ കുപ്പായം മേടിച്ചിട്ട് 2 ദിവസമായി. ഇപ്പൊ ഈ ഒരു കുപ്പായത്തിൽ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ടാവും. അതെന്ന് വെച്ചാല് ധനം വെറുതെ കിട്ടിയതല്ല, പക്ഷെ കടത്തിലാണ്. എന്നാ എന്താ പറയാ ഒരു ലോണ് നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ ചെറിയ ചെറിയ ഓഫറുകൾ, ഇതിൻ്റെയൊക്കെ പുറകെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് യുവതലമുറ. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാൽ നാളെ മറ്റന്നാൾ ഒരു കോവിഡ് മഹാമാരി പോലത്തെ ഒരു മഹാമാരി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റുകളായിട്ട്, അതല്ലെങ്കിൽ അസുഖങ്ങളായിട്ട് ഏതെങ്കിലും രീതിയിൽ ജീവിതം ഒരു സമയം പ്രതിസന്ധിയിലായി പോയാൽ പോലും യൂട്യൂബിൽ എന്തായാലും 1 മിനിറ്റ് വീഡിയോ എങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മിനിറ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരിയെങ്കിലും ക്ഷമയുള്ളവനെ കാണുള്ളൂ. അതിൽ പിന്നെ വലിയ വലിയ വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ആരും കാണുന്നില്ല എന്ന് എനിക്ക് പക്കാ മനസ്സിലായി. നല്ലൊരു ശതമാനമുണ്ട്. പക്ഷെ ചില വലിയ ഭയങ്കരമായ വ്യൂവേഴ്സ്, അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള പല വീഡിയോകളും പലതും കാണുന്നുണ്ട്. ഇപ്പം ഞാനും കാണാറുണ്ട് വലിയ വലിയ വീഡിയോസൊക്കെ. അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അരമണിക്കൂർ വീഡിയോ അല്ലെങ്കിൽ 1 മണിക്കൂർ വീഡിയോ ചെയ്യാൻ തന്നെ അനവധി റിസർച്ചുകൾ ചെയ്തിട്ട് അതിന് വേണ്ട പല പല കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ പേരിലാണ് വലിയ വലിയ ഓരോ വീഡിയോകളും ചെയ്യുന്നത്.